മുസ്ലിമായി ജനിച്ചു ജീവിക്കുന്നത് അവിശ്വാസിയായി. ഒരു മലയാളി യുവതി ശ്രദ്ധേയയാവുകയാണ് ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിൽ യാതൊരു കാരണവശാലും ശരീഅത്ത് നിയമം ബാധകമാകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം പുതുതായിട്ട് വന്ന യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലായി കഴിഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ യുവതിയുടെ ഈ ഒരു പ്രതികരണത്തെ, ഈ ഒരു സമീപനത്തെ മാഷ് നോക്കിക്കാണുന്നത്? ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് ആവശ്യമാണ് എന്ന കാര്യം കുറേ കൂടി പ്രകടമാക്കുന്നതാണ് ഈ യുവതിയുടെ വാദം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ശരീഅത്ത് നിയമം അനുസരിച്ച് അവർക്കൊരു മകൾ മാത്രമേ ഉള്ളൂ. അതെ. അതുകൊണ്ട് അവരുടെ സ്വത്തിൽ ഒരു ഭാഗം മാത്രം മകൾക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള സ്വത്ത് ബന്ധുക്കളായിരിക്കും കൊണ്ടുപോകുന്നത്. ഇത് അംഗീകരിക്കാനായിട്ട് തയ്യാറില്ലാത്തതായ ഒരു യുവതിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്താൽ, എന്നുവെച്ചാൽ ഇവർക്ക് അനുകൂലമായ നിലപാടെടുത്താൽ അത് മറ്റ് മതങ്ങളുടെ കാര്യത്തിലും പ്രശ്നമായിത്തീരും. ഇപ്പോൾ ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥയിലും ഇത് പ്രശ്നമായിട്ട് വരാനായിട്ടുള്ള സാധ്യത കോടതി കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ എന്ത് നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നൽകാനുള്ളത് എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഏക സിവിൽ കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കഴിയും. അതായത് ഇസ്ലാം മതത്തിനകത്തുള്ള ഈ ശരീഅത്ത് നിയമം, അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കിടക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥ, അതനുസരിച്ചുള്ളതായിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ ഏകീകൃത സിവിൽ കോഡ് വരുന്ന സമയത്ത് ഒരൊറ്റ സിവിൽ കോഡായിട്ട് അത് മാറിത്തീരും. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരേപോലെ പരിഹരിക്കാനായിട്ട് കോടതിക്ക് കഴിയുന്നൊരു സംവിധാനം ഉണ്ടാകും. ഇപ്പോൾ ശരീഅത്ത് നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം കോടതിയായിരിക്കും എന്ത് ചെയ്യുന്നത് തീരുമാനിക്കും. അതുപോലെ തന്നെ ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥ, അത് പക്ഷേ നമ്മളുടെ ഗവൺമെൻറ്റിന് അംഗീകരിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ കോടതിക്ക് അതിനകത്ത് ഇടപെടാം. പക്ഷേ ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ മറ്റ് മതങ്ങൾക്കും സിഖുകാർക്ക് ഇടയ്ക്ക് വ്യത്യസ്തമായിട്ടുണ്ടായിരിക്കാം. ക്രൈസ്തവരുടെ ഇടയിലുള്ള പ്രശ്നം മുമ്പ് തന്നെ പലവട്ടം അത് കോടതി കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ അതിനുള്ള ഒരു നല്ല നിർദ്ദേശം എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് തന്നെയായിരിക്കും. അത് ഒരു മതത്തെ പ്രത്യേക തരത്തിൽ വിവേചിച്ച് അവർക്കെതിരായിട്ട് ഉപയോഗിക്കപ്പെടുന്നതായ ഒരു സംവിധാനമല്ലാത്ത തരത്തിൽ അത് മാറിയാൽ അതെനിക്ക് തോന്നുന്നത് കൂടുതൽ സ്വീകാര്യമായ ഒരു സംവിധാനമായിരിക്കും. ഈ ആലപ്പുഴ സ്വദേശിനിയാണിത്. ആലപ്പുഴ സ്വദേശിനിയും എക്സ് മുസ്ലിം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമായ സഫിയ PM ആണ് ഈ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ വന്നതിന് ശേഷം ചില സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ നിന്നും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും ചില മുസ്ലിം നേതാക്കൾ രംഗത്ത് വന്നിട്ട് യാതൊരു ഏതെങ്കിലും രീതിയിൽ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും, ശരീഅത്ത് തന്നെ വേണം, ഇത് ശരീഅത്തിനെ മുഴുവൻ എടുത്തു കളയുന്ന ഒരു സമീപനമാണ് ഈ ഏകീകൃത സിവിൽ കോഡിന് എന്നൊക്കെയാണ് എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അല്ല, ഒരു മതസംഘടന ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല ഹിന്ദുക്കളുടെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പൊതുവെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്താണ്? ഭരണഘടന എല്ലാ മനുഷ്യരെയും ഒരേപോലെ കണക്കാക്കും. ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നിർബന്ധിതമായും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഭരണഘടനയെ അനുസരിക്കേണ്ടി വരും, അതിന് വിധേയമായി ജീവിക്കേണ്ടി വരും. അത് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലുള്ളൊരു സമത്വം, നിയമത്തിൻ്റെ മുന്നിലുള്ള ഈ സമത്വം, ആ നിയമത്തിൻ്റെ മുന്നിലുള്ള സമത്വം എന്ന് പറയുന്നത് സിവിൽ നിയമങ്ങളുടെ കാര്യത്തിലും തുല്യതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡിൻ്റെ ഒരു സവിശേഷതയാണ്, അതിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഇന്ത്യ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന രൂപം കൊടുത്തിരുന്ന കാലത്ത് തന്നെ ഈ ഏകീകൃത സിവിൽ കോഡിനേക്കുള്ള ഒരു സങ്കല്പം അന്ന് വെച്ചിരുന്നു. അന്നും തർക്കം നിലനിന്നിരുന്നതിൻ്റെ പേരിലാണ് അത് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി മാറാതിരുന്നത്. തർക്കത്തിന് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അത് നടപ്പിലാക്കേണ്ടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് പല മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നതിൻ്റെ ഫലമായി അത് മാറ്റുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ ഇവിടെ അത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി
നടപ്പിലാക്കുന്നതായ ഒരു നിയമമാണ് എന്ന പ്രചരണത്തിന് ശക്തി പ്രാപിച്ച വ്യാജമാണത്. അങ്ങനെ വന്ന എൻ്റെ പേരിലാണ് ആ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ചർച്ചയിലൂടെ പരിശോധിക്കേണ്ടതാണ്. അവർക്ക് ഉപദ്രവകരമാണോ, അവർക്ക് മാത്രം ഉപദ്രവകരമാണോ എന്നൊക്കെയുള്ള കാര്യം പരിശോധിച്ച് ആ പറയുന്നതിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ട് ഏകീകൃത സിവിൽ കോഡ് സ്ഥാപിക്കുന്നതിനാണ് നല്ലത്. ഇല്ല, അത് ശരിയാണ്, മാഷ് പറഞ്ഞത് ശരിയാണ്. ചില ആളുകൾ ഈ രീതിയിലുള്ളൊരു തെറ്റായ പ്രചരണം ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷേ ഇത് മറ്റെല്ലാ ഇവിടെയൊക്കെ ഇപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ രീതിയിൽ ചില ഈ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്നത്. അതിലൊരു ഏകീകൃതം വരുന്നതിന് എന്താണ് തെറ്റ് എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ വൈവിധ്യമില്ലാതാവുന്നതല്ല പ്രശ്നം. മതസംഘടനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരമില്ലാതാവും. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ പള്ളിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള കുറിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തില്ല. അതേപോലെ തന്നെ നമുക്കറിയാം SNDP പോലെയുള്ള ആയിട്ടുള്ള സംഘടനകൾ പോലും ഈ വിവാഹ കുറിമാനം എന്ന് പറയുന്ന സാധനം എഴുതി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അത് തർക്കമില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. തർക്കങ്ങൾ വരുമ്പോഴാണ് അതെപ്പോഴും പ്രശ്നങ്ങളായി തീരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ തർക്കത്തിൽ ഏക സിവിൽ കോഡിലേക്ക് ഇതൊക്കെ പോകാൻ പാടില്ല എന്ന് മത നേതൃത്വം, മുസ്ലിങ്ങളാണ് ശക്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതിൽ പോലും ക്രിസ്ത്യാനികളൊന്നും സമ്മതിക്കുന്ന കാര്യമല്ല അത്. അതൊരു മതവും അതിനെ അങ്ങനെ അംഗീകരിക്കുക. കാരണം അവർക്ക് കുറേ അവകാശങ്ങളുണ്ട് എന്നാണ് അവർ വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യം. സ്വത്ത് തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലിടപെടാനായിട്ടുള്ള അധികാരം, അതുപോലെ തന്നെ ശവം സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള അധികാരം, ഇത്തരം അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം വരുന്ന സമയത്ത് ഉണ്ടാവും എന്നതാണ് അവരെ ഭയപ്പെടുത്തുന്ന കാര്യമായിട്ട് ഞാൻ വിലയിരുത്തുന്നത്. എന്നുവെച്ചാൽ അധികാരമാണ് അടിസ്ഥാനപരമായ പ്രശ്നം, വിശ്വാസമല്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലത്. മത നേതൃത്വത്തിനുള്ള അല്ലെങ്കിൽ പുരോഹിത വർഗത്തിനുള്ള അധികാര നഷ്ടമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ സിവിൽ ലൈഫാണല്ലോ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ആ സിവിൽ ലൈഫിൽ ഒരു ഏകീകൃത നിയമം ഉണ്ടാകുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, ജീവനാംശ തർക്കങ്ങൾ, അതൊക്കെ പരിഹരിക്കാനായിട്ട് പൊതു നിയമം ഉണ്ടാകുമ്പോൾ ആ പൊതു നിയമത്തിനനുസരിച്ചായിരിക്കും എല്ലാവരും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഓരോ ജാതിയും അവരുടെ അല്ലെങ്കിൽ ഓരോ മതവും അവരുടെ വിശ്വാസങ്ങളുമായിട്ട് ജീവിച്ചു കൊള്ളട്ടെ. പക്ഷേ ജീവിത വ്യവസ്ഥക്കകത്ത് ഈ സിവിൽ സമൂഹത്തിനകത്ത് നിങ്ങളെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് ഭരണകൂടം തീരുമാനിക്കട്ടെ എന്ന് വന്നാൽ അതിലെന്താണ് തർക്കം? എന്തിനാണ് തർക്കിക്കാൻ നടക്കുന്നത്? അങ്ങനത്തെ ഒരു സമീപനത്തിലേക്ക് അത് കൊണ്ടുവരണം. പ്രചരണങ്ങൾ നടക്കുമ്പോൾ ആ പ്രചരണത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ വോട്ട് ബാങ്കായിട്ട് ഇവരെ മാറ്റിയെടുക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇക്കാര്യത്തെ കാണരുത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മുകളിലേക്ക് മതതത്വങ്ങളും മതബോധങ്ങളും ഒക്കെ ഉയർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏകീകൃത സിവിൽ കോഡ് വരുന്നത്. അതിന്റെ ആവശ്യം അതുകൊണ്ട് തന്നെയാണ്, അതിനെ ഇല്ലാതാക്കാൻ. അതെ, ഞാൻ പറയുന്നത് ഈ നമ്മളുടെ മുന്നിലുള്ള ഈ മതഭരണഘടന എന്ന് പറയുന്നതും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നുണ്ട്? തുല്യരായിട്ട് കാണുന്നു. മതഭരണഘടന എന്ന് പറയുന്നത് പലപ്പോഴും വർണ്ണഘടന പോലെയായിട്ട് മാറിത്തീരുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എല്ലാവരും തുല്യരല്ല. ചിലർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളുണ്ടാകും, മറ്റു ചിലർക്കും ഉണ്ടാവില്ല. അത് ഒരു അസമത്വമാണ് ശരിക്കും പറഞ്ഞാൽ. ആ അസമത്വത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സഹായകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ സമ്മതിക്കണം എന്നില്ല. പക്ഷേ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ പല ജാതികളും മതങ്ങളുമായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ അവരിൽ ചില ആളുകൾ അംഗീകരിക്കും, ചില ആളുകൾ അംഗീകരിക്കാതെ പോകും. അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിലൊരു വിഭാഗം മാത്രമാണ് കൂടുതലും പ്രശ്നം അറിയിക്കുന്നത് ഈ വിഷയം. അല്ല, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചേ അവരുമായിട്ടും അതുപോലെ പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ സാധനം വെച്ച് പൊതു ചർച്ചയൊക്കെ നടത്തി അതിൽ തീരുമാനമെടുത്താൽ അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ മാറ്റി തീർക്കാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ആലപ്പുഴ സ്വദേശിയായ സഫിയയുടെ കേസ് മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് വിശദമായ ചർച്ചയിലേക്ക് സമൂഹം കടക്കട്ടെ
ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര സമൂഹം സർക്കാർ എത്തിച്ചേരട്ടെ. കൊണ്ടുവന്ന ഈ ഏകീകൃത സിവിൽ കോഡിനെ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നിരവധി സ്ത്രീകൾ അല്ല, പിന്തുണയ്ക്കുന്നുണ്ട് അല്ല, എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് സഫിയ. അല്ല, തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് ഈ സംവാദാത്മകമാക്കി മാറ്റി ആ. ശരിയായ കാര്യങ്ങളെ ക്രോഡീകരിച്ച് അത് നടപ്പിലാക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.